ഹായ് എവ്രിവൺ. വെൽക്കം ബാക്ക് ടു ദി ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ദൈവം സഹായിച്ച് വളരെ നന്നായിരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ കുറേ വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങുമ്പോൾ തൊട്ട് സംസാരിക്കണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ്. എൻ്റെ എൻ്റെ കരിയറിൻ്റെ ഒരു ടെസ്റ്റിമണി. ദൈവം എന്നെ അനുഗ്രഹിച്ചതും ദൈവം എന്നെ എന്താ മാനിച്ചതും എൻ്റെ കരിയറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നതും ഒക്കെ ഞാൻ തുടക്കം തൊട്ടേ ആ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോഴാണ് അതിന്റെ ഏറ്റവും കറക്റ്റ് സമയം വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കാര്യം ദൈവം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും ഒക്കെ പിന്നെ ദൈവത്തിന് നന്ദി പറയാതെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ ഇരിക്കുന്നത് നല്ലൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നപ്പം എനിക്കത് കൂടുതലും ഞാനത് വെറുതെ എന്റെ ഒരു ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അത് ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഒന്നോ രണ്ടോ പേർക്കെങ്കിലും പിന്നെ അവരുടെ സിറ്റുവേഷനുകളിൽ നിന്ന് ഒരു ഒരു എന്താ ഒരു ആശ്വാസവും പ്രത്യാശയും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു 2019-2020 തിരിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ലൈഫിൽ എടുത്ത ചില ഡിസിഷൻസ്, നമ്മുടെ ചില തീരുമാനങ്ങള്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയ ചില കാര്യങ്ങളൊക്കെ റിഗ്രറ്റ് വരുന്ന ആളുകളുണ്ട് അല്ലെ. നമ്മൾക്ക് എല്ലാവർക്കും ചെറിയ ഒന്നോ രണ്ടോ റിഗ്രറ്റ്സ് എങ്കിലും ലൈഫിൽ ഉണ്ടാവുമായിരിക്കും. അയ്യോ ഞാൻ ആ ഡിസിഷൻ എടുത്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നില്ല അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് വരുമെന്ന്, അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങളെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടാവുമായിരിക്കും നമുക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ നമ്മൾ ടൈം ഒരുപാട് പോയി, നമ്മൾ പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തില്ല. ഇപ്പൊ എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും 29-30s അടുക്കുന്നു. അപ്പൊ ഒരുപാട് സമയം കടന്നുപോയി, പ്രൊഡക്റ്റീവായിട്ട് സമയത്തെ വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ഇനിയിപ്പം ഒരുപാട് ഡിലേ ആയിപ്പോയി, ഇനിയിപ്പോ ദൈവം എന്റെ ജീവിതം വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ അനിശ്ചിതത്തിലിരിക്കുന്ന, അൺസർട്ടനിറ്റിയിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ എനിക്ക് വളരെ പേഴ്സണലായി അറിയാവുന്ന ആളുകളും ഉണ്ട്, അല്ലെങ്കിൽ എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു 2020 കുറച്ച് വർഷങ്ങളുടെ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു 5 വർഷം ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ, 2019 എന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത്. അതിനു മുന്നേ വരെ എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവവുമായിട്ട്, യേശുക്രിസ്തുവുമായിട്ട് ഒരു വളരെ പേഴ്സണൽ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊരു 23-24 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. പക്ഷെ ഈ എന്റെ കരിയർ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടാണ് എനിക്ക് ഒരു വൺ ഓൺ വൺ ഒരു ദൈവം നടത്തുന്ന വിധങ്ങളും വഴികളും ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂടുതൽ നോട്ടീസ് ചെയ്യാനും ദൈവവുമായിട്ട് കൂടുതൽ ഒരു പേഴ്സണൽ ബന്ധമൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ജോലിയുടെ ഒരു ഭാഗവുമായിട്ടൊക്കെയാണ് എനിക്ക് തുടങ്ങിയത്. അതിന് മുന്നേ വരെയൊക്കെ ഞാനും സാധാരണ എല്ലാവരെ പോലെയും എന്റെ എന്റെ മമ്മി നമ്മളെ പള്ളി കൊണ്ടുപോകുന്നു. അപ്പോ അമ്മയെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള, എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ നമ്മളെ കുടുംബ പ്രാർത്ഥന സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴമായിട്ട് ആ ഒരു ബന്ധം വളരുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്റെ ഒരു കരിയർ ട്രാൻസ്ഫോർമേഷനിൽ എന്നെ തൊടുമ്പോഴാണ്. ആ ഒരു ആഴമായിട്ടുള്ള ബന്ധമൊക്കെ അതൊരു 4-5 വർഷം ബാക്കിലേക്കാണ് ശരിക്കും. അപ്പൊ ഞാൻ ഈ കോവിഡ് ഒക്കെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വർക്ക് ഫ്രം ഹോം പോലെ ഒരു ജോലിയൊക്കെ ചെയ്യാണ്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. എന്നാൽ നമ്മൾക്ക് ഇത്രയും ഒരു ലോക്ക്ഡൌൺ പീരീഡ് വരും എന്നൊന്നും ആരും ആ സമയത്ത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ ജീവിതത്തിൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കാത്ത അൺഎക്സ്പെക്ടഡ് രീതിയിൽ നടക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കോവിഡ് ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്നു. അപ്പൊ തൊട്ട് എന്റെ മനസ്സിൽ കുറച്ച് ഇങ്ങനത്തെ ഒരു ഫിയർ ആൻഡ് ഡൗട്ട്, കുറച്ച് ഇങ്ങനത്തെ ആങ്സൈറ്റി ഒക്കെ കയറി വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ എന്റെ ഇംഗ്ലീഷ് മാസ്റ്റേഴ്സ് എടുത്തത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്റെ ഗ്രാജുവേഷൻ ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതൊക്കെ, അയ്യോ അത് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയിരുന്നു ഞാൻ എടുത്തിരുന്നതെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ കോവിഡ് ആണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ജോബിലേക്ക് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഒരു റീസെർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് ജോബ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റെബിലിറ്റി ലൈഫിൽ വരാനായിട്ട് ലേറ്റ് ഒക്കെ ആയിരിക്കും. ഇങ്ങനെ കുറെ തോട്ടുകളൊക്കെ, പ്രത്യേകിച്ച് കോവിഡും കൂടെയാണ്. അപ്പൊ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് കൂടുതൽ ആളുകളും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ കാരണവും സർക്കംസ്റ്റാൻസസ് ഒക്കെ കാരണവും ഞാൻ അങ്ങനെ കുറെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് തുടങ്ങി. അപ്പൊ ഞാൻ ആ സമയത്ത് ചിന്തിക്കുന്നത് എനിക്ക് കോളേജിൽ പഠിപ്പിക്കാനാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ റാങ്ക് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നെറ്റ് എക്സാം എഴുതണം. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റൗട്ട് ആയിട്ടാണ് എനിക്ക് ആ സമയത്തൊക്കെ തോന്നിയത്. പക്ഷെ പിന്നെ ഈ ഒരു അൺസർട്ടനിറ്റീസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ മാസ്റ്റേഴ്സ് പിന്നെ പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നതായിരുന്നു ചിലപ്പോൾ നല്ലത്. ഇനിയിപ്പോ ഇംഗ്ലീഷ് ഇനിയിപ്പോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഞാൻ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്റെ ഡിസിഷൻസിനെ ഒരു നെഗറ്റീവായിട്ട് വാല്യൂ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ഇനി ദൈവത്തോട് ചോദിക്കാതാണോ ഇനിയിപ്പോ ഇംഗ്ലീഷ് ഡിഗ്രി എടുത്തത്. കാര്യം നമ്മള് അണ്ടർ ഗ്രാഡ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വയസ്സുണ്ട്? 17, 18. നമ്മൾ യങ് ആണ്. അപ്പൊ ഞാൻ 100% ഉറപ്പിച്ച്
ഉറപ്പിച്ചു. ആ സമയത്ത് ഞാനപ്പോ ദൈവമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല. കാര്യം ആ സമയത്ത് എനിക്ക് ഇത്രയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ബന്ധമില്ല ദൈവമായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അപ്പൊ ദൈവവും കൈവിട്ടു. അപ്പൊ ദൈവത്തിന് ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോ വരുന്ന വെച്ച് കാണാം. അങ്ങനെ ഞാൻ കുറച്ച് ഇന്നസെന്റും ആണ്. നിഷ്കളങ്കമായ രീതിയിലുള്ള ചിന്തയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഡിലമയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ശരിക്കും കോവിഡ് സമയത്താണ് എന്റെ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, വിത്ത് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ബൈബിളുമായിട്ടൊക്കെ ഉള്ളത് തുടങ്ങുന്നത്. ഞാനൊരു ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്നാണ് എന്റെ ഒരു ബൈബിൾ ഇൻഡിവിജ്വൽ ജേർണി തുടങ്ങുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പൊ കോവിഡ് ഒക്കെ എപ്പോഴാണ് തീരാൻ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. കാര്യങ്ങളൊക്കെ എല്ലാം അൺസർട്ടനിറ്റിയിലാണ്. ജോബ് എപ്പോഴാണ് കിട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല പ്രോപ്പറായിട്ട്. പ്രത്യേകിച്ച് എന്റെ ഒരു ഡിസിഷൻ റോങ് ആണെന്ന് ഞാൻ ഉറപ്പായിട്ട് 100% വിചാരിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ഇനിയിപ്പോ എനിക്ക് ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരിയറോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. കാര്യം എന്റെ ഒരു ബുദ്ധിയിലും എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലും ആ സമയത്ത് ചിന്തിക്കുമ്പോൾ കോളേജിൽ ഇപ്പൊ നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പിന്നെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് മണിയാണ് നമ്മൾ കോളേജിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ സ്കൂൾ ടീച്ചിങ് എന്നുള്ളത് പിന്നെ എന്റെ ഒരു ഐഡിയയിലേ ഇല്ല. കാര്യം സ്കൂൾ ടീച്ചിങ്ങിൽ വളരെ മീഗർ ആയിട്ടുള്ള ഒരു ഏർണിംഗേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ അടച്ചു വെച്ചു. ഇതൊന്നും നടക്കില്ല എന്നുള്ളത് തന്നെയായി. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഞാൻ കൂടുതൽ ആൾക്കാരും വളരെ എന്തൂസിയാസത്തോടെ തുടങ്ങുന്ന ഒരു കാര്യം. ഞാൻ വളരെ ഒരു ഒരു ലോ വളരെ ഒരു റോക്ക് ബോട്ടത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങുന്നത്. കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വക കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാ പിന്നെ ആകെ ഇനിയിപ്പോ ഉള്ളത് ദൈവമാണ്. അങ്ങനെയാണ് എന്റെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദൈവമായിട്ട്. അപ്പോ കൂടുതലും അപ്പൊ ഞാൻ പുതിയ നിയമമാണ് നമുക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആയിട്ടുള്ളത്. പഴയ നിയമം വായിക്കാൻ മാത്രമുള്ള ഒരു മെച്യൂരിറ്റി അന്ന് ആ സമയത്ത് എനിക്കില്ല. അപ്പൊ ഞാൻ പുതിയ നിയമം നമ്മൾ സുവിശേഷങ്ങൾ എപ്പോഴും വായിക്കുന്നതായത് കാരണം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് ലേഖനങ്ങൾ ടു വെളിപ്പാട് വായിച്ചു തീർക്കാം. കാര്യം സുവിശേഷം ഒരുപാട് വായിച്ച് നമ്മൾ ഒരുപാട് ഇപ്പം കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും ഒക്കെ വായിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ തന്നെ അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് ലേഖനങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് 2020 ഡിസംബർ ഒക്കെ സമയത്താണ്, ജാൻ സമയത്തൊക്കെയാണ്. അങ്ങനെ ലേഖനങ്ങൾ വായിച്ചു തുടങ്ങുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലേഖനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമൊക്കെ എനിക്ക് ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അതൊന്നും അത്ര പെട്ടെന്ന് നമ്മൾ ബൈബിളിനെ പറ്റി ചില ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാറില്ല എന്ന്. അതായിരുന്നു എന്റെ തുടക്കത്തിലെ ഒരിത്. നമുക്ക് സുവിശേഷം കുറച്ചും കൂടെ നാരേറ്റീവ് ആയിട്ട് കഥ രീതിയിലായത് കാരണം മനസ്സിലാവും. ലേഖനങ്ങൾ കുറച്ചും കൂടി ഡീപ്പാണ്, ഇന്റൻസ് ആണ്. നമ്മൾ എങ്ങനെ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നേറണം എന്നൊക്കെ ഉള്ളതാണ് ലേഖനത്തിലുള്ളത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങുന്നു. ഐ വാസ് ഗെറ്റിംഗ് ഇൻസൈറ്റ്സ്. അപ്പൊ ഞാൻ എഴുതി വെക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു നെഗറ്റീവ് രീതിയിൽ തുടങ്ങി എന്റെ ഒരു റിലേഷൻഷിപ്പും ദൈവമായിട്ടുള്ള ഒരു ബന്ധം വളരെ ഞാൻ തന്നെ അറിയാണ്ട് ഓർഗാനിക്കലി ഞാൻ ബൈബിള് ഇഷ്ടത്തോടെ വായിക്കാൻ തുടങ്ങുന്നു. നോട്ട്സ് ഒക്കെ എഴുതി വെക്കാൻ തുടങ്ങുന്നു. എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ്. അപ്പൊ പിന്നെ ഞാൻ എന്റെ കരിയറും എന്റെ ഇതൊക്കെ ഞാൻ മാറുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറേയില്ല. കാര്യം അതെന്തേലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ചെറിയൊരു ഒരു വിശ്വാസമോ പ്രത്യാശയോ ഒക്കെ എവിടുന്നോ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പിന്നെ ചിന്തിക്കാനേ വിട്ടിട്ട് ഞാൻ പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല. എന്റെ പിന്നെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മാക്സിമം ബൈബിൾ വായിക്കുക, അതിനകത്ത് മാക്സിമം പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി എടുക്കുക, എഴുതുക. എനിക്ക് അതൊക്കെ ഭയങ്കര ഞാൻ പോയി മമ്മിയുടെ അടുത്ത് ഇതൊക്കെ വീട്ടിലിരിക്കുമ്പോഴാണല്ലോ. അപ്പൊ ഞാൻ ഡൈനിങ് ടേബിൾ ഏരിയയിൽ എവിടെയൊക്കെ എനിക്ക് ഇരുന്ന് എഴുതുന്നത്. മമ്മി അപ്പുറത്ത് അടുക്കളയിലുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുമ്പോൾ മമ്മിയുടെ അടുത്ത് പോയി ഇതൊക്കെ സംസാരിക്കും. മമ്മിക്ക് ഇത് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ അറിയാണ്ട് ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്റെ ജീവിതത്തിലേക്ക് നടക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജാൻ ഫെബിലാണ് ഈ സമയത്തൊക്കെ സംഭവിക്കുന്നത്. മെയില് എനിക്കൊരു ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു. ആ സമയത്ത് സ്കൂൾ ടീച്ചിങ് എന്റെ ഒരു ഓപ്ഷൻ ഞാൻ ആയിട്ട് വിചാരിക്കുന്നില്ല. കാര്യം എനിക്കിത് പറയാൻ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റിമണി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ബുദ്ധിക്ക് പറ്റാത്ത, എന്റെ കണ്ണ് കാണാത്ത അല്ലെങ്കിൽ എന്റെ ചെവി കേൾക്കാത്ത, എന്റെ ബുദ്ധിയുടെ ഇമാജിനേഷനിൽ ഒരിക്കലും എത്താത്ത ഒരു കാര്യമാണ് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തത്. ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചിങ് എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ വിരളമായ ഒരു കാര്യമായത്. ഇപ്പൊ 1-2 സ്കൂൾസ് ഒക്കെ ഉണ്ട്. അതും അത്ര സ്ട്രോങ് സ്കൂൾസ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു സൈഡിനെ പറ്റി അറിയത്തില്ല. പക്ഷെ ദൈവം ഞാൻ തെറ്റെന്ന് കരുതിയ ഒരു ഡിസിഷൻ, അതിനകത്തൊന്നും ഇനി ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഒന്നും വരില്ല എന്ന് കരുതിയ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഇനിയിപ്പോ പ്രത്യേകിച്ച് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഞാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ ഫുള്ളി പിന്നെ സുവിശേഷമൊക്കെ പ്രസംഗിക്കാൻ പോവാണെന്ന്. കാര്യം എനിക്ക് അതാണ് കുറച്ചും കൂടെ അപ്പൊ മനസ്സിലായിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് അതാണ് എന്റെ ഒരു പ്രൊഫഷൻ എന്ന് തീരുമാനിച്ച ഒരു സമയം കൂടെ. അപ്പോഴാണ് എനിക്കിത് വരുന്നത്. അങ്ങനെ 2021 മെയിലാണ് ദൈവം എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബർ ജാൻ ടു ഒരു മെയ്യുടെ ഒരു കാലഘട്ടമേ ആയിട്ടുള്ളൂ. ഒരു 5 മാസം മൊത്തത്തിൽ അത്രവേ ഞാൻ ഇതിനകത്തൊക്കെ ഈ ഒരു ബൈബിളൊക്കെ വായിച്ച് പ്രസംഗങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഒരു റിവാർഡ് പ്രതീക്ഷിക്കുന്നുമില്ല. ഞാൻ പ്രതീക്ഷിക്കാണ്ട് കാര്യം എന്നെ സംബന്ധിച്ചോളം ഇത് വിട്ടു. ഇനിയിപ്പോ ദൈവം അതിനകത്ത് നോക്കില്ല എന്നായിരുന്നു. അങ്ങനെ 21 മെയ്യിൽ ദൈവം എന്റെ കരിയറെ മാറ്റി മറിച്ച് എന്നെ ഇന്റർനാഷണൽ സ്കൂൾ ടീച്ചിങ്ങിലേക്ക് എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്ന് ഞാൻ അപ്ലൈ ചെയ്ത് പിന്നെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ സ്കൂളിങ്ങിലേക്ക് കയറുന്നത്.
അന്ന് എനിക്ക് കിട്ടിയ സാലറി, അന്ന് എനിക്ക് കിട്ടിയ പെർക്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ എൻ്റെ ഒരു 5, 6 മന്ത്സ് ബാക്ക് മനസ്സിന് ചിന്തിക്കാത്തതോ, അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ളത്. ഒരു 21 മെയ് തൊട്ട് ഇപ്പൊ 25 ഞാൻ ഇവിടെ ഇപ്പൊ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന കരിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ആം, മാനങ്ങളും ബഹുമാനവും പദവിയും ആഹ് ശ അത് ഇപ്പം എന്താണ് ഒരു ഭൗതികമായ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ സാലറി വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു അല്ലാതെ പ്രൊഡക്റ്റീവ് രീതിയിൽ ചിന്തിക്കുവാണെങ്കിലും എനിക്കും എന്റെ അന്നത്തെ എന്റെ ഒരു 23 ഏജ്ഡ് ആയിട്ടുള്ള 23, 24 ആയിട്ടുള്ള ഞാൻ എനിക്ക് ചിന്തിക്കാൻ മേലാത്ത രീതിയിലുള്ള ഒരു അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് പിന്നെ ഈ ഒരു അതും ദാറ്റ് വാസ് വെരി ക്വിക്ക്. അപ്പോ ഞാൻ എനിക്ക് പക്ഷെ അപ്പൊ ദൈവത്തോട് എനിക്ക് ആ ഒരു ജേർണി അപ്പൊ കൂടുതലായിട്ട് മനസ്സിലായി. ഞാൻ ഈ ഒരു വെയിറ്റിംഗ് ടൈം നമുക്ക് ചില സമയത്ത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്റെ ആ ഒരു കോവിഡ് ടൈമിൽ എനിക്ക് വന്നതുപോലെ ഒരു സ്റ്റേഷൻ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഹോപ്പ്ലെസ് ആയി പോകുന്ന, ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാത്ത കാലഘട്ടങ്ങൾ. വെയിറ്റിംഗ് പീരീഡ് ആണോ എന്ന് ചോദിച്ചാൽ എന്തിന് ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല. കാര്യം എനിക്ക് പിന്നെ എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗോളൊന്നും എന്റെ മുന്നിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചില സമയത്ത് വെയിറ്റിംഗ് പീരീഡിന്റെ ഏറ്റവും വലിയ പത്തറ്റിക് കാര്യം എന്ന് പറയുന്നത് യു ഡോണ്ട് ഈവൻ നോ വാട്ട് യു വെയിറ്റിംഗ് ഫോർ. അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു ലിമിനൽ സ്പേസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഐ കോൾ ഇറ്റ് ലിമിനൽ സ്പേസ് ബിക്കോസ് അതൊരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആണ്. നമുക്കറിയില്ല എന്ത് അങ്ങനെ ഉള്ള ചില അൺകംഫർട്ടബിൾ, ഒട്ടും നമ്മൾക്ക് എന്താണ് ചെയ്യാൻ അറിയാത്ത വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്ന ആരെങ്കിലും ഒക്കെ ഇന്ന് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് റോമൻസ് 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്, ദൈവം സ്നേഹിക്കുന്നവർക്ക് എന്നല്ല എഴുതിയിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അവർ ഡ്യൂട്ടി ആൻഡ് ഇറ്റ്സ് അവർ അക്കൗണ്ടബിലിറ്റി ടു സ്റ്റാർട്ട് ലവിങ് ഗോഡ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ നെഗറ്റീവായി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു 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 ഏരിയ എത്തിയപ്പം തന്നെത്താനെ ദാറ്റ്സ് വൈ നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് നോക്കുമ്പം നമ്മുടെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കും. പിന്നെ പിന്നെ എനിക്ക് ബൈബിൾ വായിക്കുന്ന അതൊരു മെയിൻ കാര്യമായിട്ട് തോന്നിയില്ല. ഐ ലവ് റീഡിങ് ദാറ്റ്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമ്മുടെ മിസ്റ്റേക്സ് ആയിക്കോട്ടെ, നമ്മുടെ റിഗ്രറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾക്ക് ഒട്ടും ഓർക്കാനും ആഗ്രഹിക്കാനും ഇഷ്ടപ്പെടാത്ത ചില ചാപ്റ്റേഴ്സ് ഓഫ് ലൈഫ്, ഇതൊക്കെ ആയിക്കോട്ടെ, നമ്മളതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇനി പ്രൊഡക്റ്റീവ് ആയിട്ട് ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ സമയം കഴിഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്, നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന കുറച്ച് ഡിസിഷൻസ്, ഇങ്ങനെ ജീവിതത്തിൽ എന്തോ ആയിക്കോട്ടെ നമ്മൾക്ക് ഒട്ടും പ്രൗഡ് അല്ലാത്ത നമ്മളുടെ മൊമെന്റ്സ്, ഇതൊക്കെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഈ മൊമെന്റ്സിൽ നിന്നൊക്കെ ഒരു വലിയ മിറക്കിൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത ഒരു മിറക്കിൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് സാധിക്കും. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. വളരെ പിന്നെ നെഗറ്റീവായി വിചാരിച്ച ഒരു ഡിസിഷൻ ആണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പം എന്റെ ടെസ്റ്റിമണി കറന്റ് ഞാനിപ്പോ ഇവിടെ 2025 എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കിട്ടാവുന്ന രീതിയിലുള്ള ദ ബെസ്റ്റ് ഇന്റർനാഷണൽ, ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഇന്റർനാഷണൽ സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. 21 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു 4.5 വർഷത്തിനുള്ളിൽ ഞാൻ ഈ ഒരു ലെവലിലേക്ക്, അതായത് ഇനിയിപ്പോ ഇന്ത്യയിൽ എനിക്കിപ്പോ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടോപ്പ് ഇന്റർനാഷണൽ സ്കൂളിനെ പറ്റി ചിന്തിക്കാനില്ല. ബിക്കോസ് ഐ എം ഓൾറെഡി ദയർ. ഗോഡ് പുട്ട് മീ ഹിയർ, ഗോഡ് ട്രാൻസ്ഫോംഡ് മൈ കരിയർ ആക്ച്വലി. അത് ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ ഒരു റോഡ് മാപ്പ് ഒന്നും മനസ്സിലാവുന്നതേ ഇല്ല. ഇതിനൊക്കെ നമ്മൾ അർഹരാണോ, ഇതിനൊക്കെ നമ്മൾക്ക് യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. പക്ഷെ ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് കരുതുന്നു എന്ന് മാത്രം ഇന്നത്തെ വീഡിയോ ഇസ് നോട്ട് വെരി ഒരു വേഴ്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ദിസ് ഇസ് മോർ ഓഫ് എ ലൈഫ് ഓറിയന്റഡ് വീഡിയോ. ഇതൊരു ടെസ്റ്റിമണി പാർട്ട് 1 ആയിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. കാര്യം ഈ ഒരു വർഷങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ ഒരുപാട് ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ച ദാനങ്ങളും നന്മകളും മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ദൈവം പിന്നെ എന്താണ് ഇപ്പൊ ഐസയ 42, 45
2 പറയുന്നത് പോലെ ദൈവം എനിക്ക് മുൻപേ കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയതും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ബന്ധിച്ചു കളഞ്ഞൊക്കെ അവസ്ഥകളൊക്കെ ഈ വർഷങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡിഫറെന്റ് പാർട്ടുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ഒരു ബിഗിനിങ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് ആയിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്ത ഡിസിഷനുകൾ, ഞാൻ തെറ്റായി പോയെന്ന് കരുതിയ ഡിസിഷനുകളിൽ നിന്നാണ് ദൈവം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഏറ്റവും മീനിങ്ഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. അത് കാരണം ആരെങ്കിലുമൊക്കെ എന്നെ ഇപ്പം ആ ഒരു വൾണറബിൾ സ്റ്റേറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഹോപ്പ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സിറ്റുവേഷൻസിനെ ഒക്കെ ആ സെയിം സിറ്റുവേഷൻസിനെ ദൈവത്തിന് മാറ്റിമറിച്ചിട്ട് നമുക്ക് നന്മയ്ക്കായിട്ട് തീർക്കാനായിട്ട് ദൈവത്തിന് സാധിക്കും. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം എല്ലാവരും കൂടുതൽ ദൈവത്തിന് സീക്ക് ഫസ്റ്റ് ഗോഡ്. ഇതാണ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ മത്തായിയുടെ സുവിശേഷത്തിലാണ് നമ്മൾ മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ സകലവും നമ്മൾക്ക് വരും. അപ്പൊ ആദ്യമേ എത്ര ഒരു വൾണറബിൾ സ്റ്റേറ്റിലായിക്കോട്ടെ ഇന്ന് നമ്മളായിരിക്കുന്നത്, ഹോപ്പ്ലെസ് ആണ്, കംപ്ലീറ്റ്ലി ഡെസ്പെറേറ്റ് ആണ്, ബട്ട് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ ദൈവം ഇസ് ഗോയിങ് ടു ഓപ്പൺ ദാറ്റ് ഡോർ ഫോർ യു. ആ ഒരു ഡോറും അതിനകത്തൂടെ വരുന്ന ചാൻസസ് ആൻഡ് ഓപ്ഷൻസ് ഇൻ യുവർ ലൈഫ് നമ്മൾ വിചാരിക്കുന്നതേ അല്ല. നമ്മളുടെ കണ്ണുകൾ കാണാൻ പറ്റാത്ത, നമ്മളുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ ഒരു ഇൻ ബിറ്റ്വീൻ വൾണറബിലിറ്റി ഓർ ഒരു മിസ് ഡയറക്ഷനെ പറ്റിയിട്ട് വറി ചെയ്യേണ്ട. ഗോ സീക്ക് ഗോഡ് ആൻഡ് ലെറ്റ് ഹിം ഫൈൻഡ് യു ഇൻ ദാറ്റ് ലിമിനൽ സ്പേസ്. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ കാണുന്നവരെയും എല്ലാവരും പ്രാർത്ഥനയിൽ കൂടുതൽ ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ടിരിക്കുക. ടെസ്റ്റിമണിയുടെ അടുത്ത പാർട്ടുകളുമായിട്ട് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ.